5 വയസ്സുകാരനായ ആന്റിക്ക് ഒരുപാട് ടോയ്സ് ഉണ്ട്. അവന്റെ ടോയ്സിനെ ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴും അവയെ വെച്ച് കളിച്ചോണ്ടിരിക്കും. ഈ ടോയ് പെൺകുട്ടിയെ വില്ലൻ പിടിക്കാൻ വരും. അവന്റെ ഫേവറേറ്റ് വുഡി എന്ന കൗബോയ് ടോയ് വന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്തും. എത്ര കളിച്ചാലും അവൻ ഈ സ്റ്റോറി ബോറടിക്കാറുമില്ല. പക്ഷെ നമ്മള് ആന്റിയുടെ കഥയല്ല, ഈ ടോയ്സിന്റെ കഥയാണ് കേൾക്കുന്നത്. ടോയ് സ്റ്റോറി. അങ്ങനെ പതിവ് പോലെ ആന്റി ടോയ്സിനെ വെച്ച് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന്റെ അമ്മ അവനെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് അവന്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ മോൻ എത്രയും പെട്ടെന്ന് റെഡിയായി വന്നേ, പിന്നെ കളിക്കാമെന്ന് അമ്മ പറയുന്നു. അമ്മയുടെ വാക്ക് കേട്ട ഉടനെ തന്നെ നമ്മുടെ ആന്റി ടോയ്സിനെ എല്ലാം അവന്റെ റൂമിൽ കൊണ്ടുവയ്ക്കാനായിട്ട് പോവാണ്. നമ്മുടെ ആന്റിക്ക് പോലും അറിയാത്ത ഒരു സീക്രട്ട് ഈ ടോയ്സിനുണ്ട്. അത് നമുക്ക് പറയാട്ടോ. മറ്റൊന്നുമല്ല, ഈ ടോയ്സിന് സംസാരിക്കാനായി പറ്റും. ശരിക്കും അവയ്ക്ക് ജീവനുണ്ട്. അങ്ങനെ റൂമിൽ കൊണ്ടുപോയിട്ട് ആന്റി ടോയ്സിനെ വെക്കുന്നേരം ഇവയ്ക്കെല്ലാം ജീവൻ വെക്കാണ്. ഇവരൊരു മീറ്റിങ്ങിന് തയ്യാറെടുക്കുന്നു. മീറ്റിംഗ് വെക്കാൻ 2 കാരണങ്ങളുണ്ട്. നമ്മുടെ ആന്റിയും കുടുംബവും ഈ വീട് വിട്ട് മാറുകയാണ്. അത് കൂടാതെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഇന്ന് അവന്റെ ബർത്ത്ഡേ പാർട്ടി എന്ന് ഇവർ അറിയുന്നത്. ഇവരുടെ ലീഡറാണ് നമ്മുടെ ഷെറിഫ് കൂടിയായിട്ടുള്ള കൗബോയ് വുഡി. ഈ പെൺകുട്ടിക്ക് അവന്റെ അടുത്തൊരു ക്രഷ് ഉണ്ട് കേട്ടോ. അങ്ങനെ ലീഡർ വുഡി എല്ലാവരെയും കൂട്ടി പെട്ടെന്ന് മീറ്റിങ്ങിന് വന്നേ എന്ന് പറഞ്ഞ് കാര്യവിവരങ്ങൾ അവതരിപ്പിക്കാൻ പോവാണ്. നിങ്ങൾക്കറിയാലോ, ആന്റിയും കുടുംബവും വീട് മാറാനായിട്ട് പോവാണ്. അപ്പൊ നമ്മളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൂവ് ചെയ്യുന്ന ടോയ്സും മൂവ് ചെയ്യാത്ത ടോയ്സും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നിങ്ങൾ 2 പേരടങ്ങുന്ന ഗ്രൂപ്പായി തിരിയണം. ഒരു മൂവ് ചെയ്യുന്ന ടോയും ഒരു മൂവ് ചെയ്യാത്ത ടോയും. എങ്കിൽ മാത്രമേ അവര് നമ്മളെ കൊണ്ടുപോയില്ലെങ്കിലും നമുക്ക് കൂടെ പോവാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇന്ന് അവന്റെ ബർത്ത്ഡേ പാർട്ടി ആണെന്ന് അറിയാലോ. ഇന്ന് അവന് ഒത്തിരി ഗിഫ്റ്റ് എല്ലാം കിട്ടും. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് അവന്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റായി വരാൻ തുടങ്ങി. വലിയ വലിയ പൊതികളാണല്ലോ, ചിലപ്പോ നമ്മുടെ പേഴ്സിനെ കിട്ടുമായിരിക്കുമല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇവരിങ്ങനെ വേവലാതിപ്പെടുന്നത് കാണുമ്പോൾ അതിനല്ലേ സർജൻ ഉള്ളത്. അങ്ങനെ സർജൻ ടോയും അവന്റെ ആർമിയും കൂടെ നമ്മുടെ ആന്റിക്ക് കിട്ടാൻ പോകുന്ന ടോയ്സ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നു. ഇവരുടെ കയ്യിൽ ഒരു വോക്കി ടോക്കി ഉണ്ട്. ഇതിന്റെ ബാക്കി പേര് നമ്മുടെ ബാക്കി ടോയ്സിന്റെ കയ്യില്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഹാളിലേക്ക് ഇവർ ഈ വോക്കി ടോക്കി ആയിട്ട് ചെല്ലുകയാണ്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇവന്റെ അമ്മ ഈ ടോയ്സിനെ കാണും. അവരിതിനറിയാതെ ചവിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ആർമിയിലുള്ളവന് പരിക്കൊക്കെ പറ്റും. ആരും കാണാതെ ഇവരെല്ലാവരും കൂടി അവിടെയുള്ള ഒരു ചെടിച്ചട്ടിയിൽ പോയി ഒളിച്ചിരിക്കാണ്. അധികം വൈകാതെ നമ്മുടെ ആന്റിയുടെ ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നടക്കുന്ന വിവരങ്ങള് വോക്കി ടോക്കി വഴി നമ്മുടെ ടോയ്സിനോട് ഈ സർജൻ അറിയിക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ കുറെ ബെഡ്ഷീറ്റ്, അതുപോലെ ഡ്രസ്സ്, അതൊക്കെ ആയിരുന്നു. പക്ഷെ അവസാനത്തെ ടോയ് അതെന്താണെന്ന് അറിയാമോ എന്ന് പറയുമ്പോഴേക്ക് നമ്മുടെ ഡിനോസറൂട്ടനുണ്ടല്ലോ, അവൻ ആ ഡെസ്ക് പിടിച്ച് കുലുക്കി അവസാനം വോക്കി ടോക്കി താഴെ വീണു. അതെന്താണെന്ന് പറയുന്നത് ഇവര് കേട്ടില്ല. പക്ഷെ ആന്റിയും ഫ്രണ്ട്സ് റൂമിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടു. ഉടനെ ഇവരെല്ലാവരും ഒളിച്ചിരിക്കാനായി തുടങ്ങി. ഒരുപാട് ഇഷ്ടമുള്ളതായതുകൊണ്ട് നമ്മുടെ വുഡി എപ്പോഴും അവൻ ബെഡിലിടും. പക്ഷെ അവിടെ വന്നപ്പോ ആ പുതിയ ഗിഫ്റ്റ് ബോക്സ് അവിടെ വെച്ച് വുഡിയെ അവര് താഴെ ഇട്ട് പോവാണ്. ഇത് കാണുമ്പോ തന്നെ നമ്മുടെ വുഡിക്ക് ഭയങ്കര സങ്കടം വന്നു. ബാക്കി ടോയ്സും ചോദിച്ചു, നിന്നെ ഇനി അവന് ഇഷ്ടമില്ലാതായോ, അത് വലിയ ഏതോ ടോയ് ആണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ നമ്മുടെ വുഡി വലിഞ്ഞു കയറി ബെഡിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ലൈറ്റിയർ, അതായത് ബസ് ലൈറ്റിയർ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ആക്ഷൻ ഹീറോ ഉണ്ടല്ലോ, അതിന്റെ ഒരു ആക്ഷൻ ഫിഗർ ആയിട്ടുള്ള ടോയ് ആണിത്. ഈ ടോയ്ക്കാണെങ്കിൽ അതൊരു ടോയ് ആണെന്ന് അറിയില്ല. അവൻ ഒറിജിനലി ബസ് ലൈറ്റിയർ ആണെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത്. അതിന്റെ പ്രഹസനാണ് ഈ കാണുന്നത്. നമ്മുടെ വുഡി പറഞ്ഞു, നീ ഒരു ടോയ് ആണ്, നീ ശരിക്കും ഒരു സ്പേസ് റേഞ്ചർ ഒന്നും അല്ല എന്ന്. പക്ഷെ ഇവന്റെ ഈ ഒരു ഗെറ്റപ്പ് കാണുമ്പോൾ നമ്മുടെ ബാക്കി ടോയ്സും ഇവനെ തെറ്റിദ്ധരിക്കാണ്. എന്റെ കയ്യിൽ സൂപ്പർ ബീം ഉണ്ട്, നല്ല അടിപൊളി സൗണ്ട് ആണ്, പിന്നെ സ്പേസ് സ്യൂട്ട് ഉണ്ട്, എനിക്ക് പറക്കാൻ പറ്റും, അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ബാക്കി ടോയ്സ് ഇവന്റെ ഫാൻ ആവുകയാണ്. എന്നാ കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നീ ശരിക്കും ബസ് ഒന്നും അല്ല, നീ ആക്ഷൻ ഫിഗർ ആണ്, നിനക്ക് പറക്കാനൊന്നും പറ്റില്ലെന്ന്. നീ എന്നോട് ബെറ്റ് വെക്കുന്നു. എനിക്ക് പറക്കാൻ പറ്റും, ഞാൻ കാണിച്ചു തരട്ടെ നിനക്ക് എന്ന് ചോദിച്ച് ബസ് നമ്മുടെ വുഡിയോട് ബെറ്റ് വെക്കാണ്. എന്നാ പിന്നെ നീ ഒന്ന് പറന്ന് കാണിക്കുക എന്നായി അവിടെ കൂടിയുള്ളവരെല്ലാവരും. അങ്ങനെ നമ്മുടെ ബസ് പറക്കാനായി തയ്യാറെടുക്കാണ്. അവന്റെ ആ ചിറകൊക്കെ വിരിച്ച് അവൻ നേരെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കട്ടിലിൽ നിന്ന് അവിടെയുള്ള ഒരു ബൗൺസിങ് ബോളിലേക്ക് എടുത്ത് ചാടും. അതിൽ ബൗൺസ് ചെയ്ത് അവൻ പലയിടത്തായി വീഴാതെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് താഴെ ഇറങ്ങി വരും. ശരിക്കും അവൻ പറന്നതല്ല, അഡ്ജസ്റ്റ് ചെയ്ത് ലാൻഡ് ചെയ്തതാണ്. പക്ഷെ എല്ലാവരും അവൻ പറന്നെന്ന് വിശ്വസിച്ചു. വുഡി ആരും വിശ്വസിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് അറിയാമെന്ന് വുഡിയും തീരുമാനിച്ചു. പോകെ നമ്മുടെ ആന്റിക്ക് വുഡിയോടുള്ള ഇഷ്ടമൊക്കെ കുറഞ്ഞു. അവന്റെ സൂപ്പർ ഹീറോ ബസ്സായി മാറുകയാണ്. അത് നമ്മുടെ വുഡിക്ക് അതിലേറെ വിഷമം ഉണ്ടാക്കി. അവൻ ആകെ പിന്തള്ളപ്പെട്ട പോലെ തോന്നി. അത് കൂടാതെ അവന്റെ കൂട്ടുകാരായിരുന്ന എല്ലാവരും ഇപ്പൊ ബസ്സിന്റെ കൂടെയാണ്. വുഡി ആരും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഇവനെ കളിയാക്കുകയും ചെയ്യുന്നു. അവനാകെ ദേഷ്യം വന്നു തുടങ്ങി. അവനെ ഏറ്റവും വിഷമിപ്പിച്ചത് ഉറങ്ങാൻ കിടക്കുമ്പോ
പോലും നമ്മുടെ വുഡിയെ മാറ്റിയാണ് ആന്റി കിടത്തുന്നത്. അതവന് ശരിക്കും നല്ല വിഷമം ഉണ്ടാക്കി. പിറ്റേ ദിവസം ഭ്രാന്ത് പിടിച്ച് നമ്മുടെ വുഡി പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബസ്സിന്റെ അടുത്ത് പറയാണ്, നീ ഉണ്ടല്ലോ, നീ വന്നതിന് ശേഷമാണ് എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ആന്റി എന്റെയാണ്, നീ എന്തായാലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന്. അപ്പോഴാണ് ഇവര് പുറത്തു നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നത്. അതെന്താണെന്ന് നോക്കാനായി വലിഞ്ഞേറിയ ആ വിൻഡോയുടെ അടുത്ത് എത്തുമ്പോ അത് അപ്പുറത്തെ വീട്ടിലെ തെമ്മാടി ചെക്കനായിട്ടുള്ള സിഡായിരുന്നു. സിഡിനൊരു പ്രത്യേകതയുണ്ട്. അവന്റെ കയ്യിലെ ടോയ്സിനെ അവൻ കളിക്കാറില്ല, പകരം ഉപദ്രവിക്കും, നശിപ്പിച്ചു കളയും. ഇപ്പൊ ഒരു ടോയിനെ പടക്കം വെച്ച് പൊട്ടിച്ചു കളയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ബസ് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അവന് ഇച്ചിരി ചോരത്തിളപ്പ് വരുന്നുണ്ട്. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇത് പരിചയമാണ്. സിഡിനെ രാക്ഷസൻ എന്നാണ് ഇവര് വിളിക്കുന്നത് പോലും. അങ്ങനെ നമ്മുടെ ആന്റിയുടെ വീട് വിറ്റു പോവാണ്. അതിന്റെ ഇടയ്ക്ക് ആന്റിയും അമ്മയും കൂടെ പുറത്തുപോയി ഫുഡ് കഴിക്കാന്ന് പറയും. അപ്പൊ ഒരു ടോയിനെ കൂടെ എടുത്തോളാം അമ്മ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ വുഡി അത് കേൾക്കുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ബസ്സിനെ ഒഴിവാക്കണം, ഇല്ലെങ്കിൽ അവൻ ബസ്സിനെയും കൂട്ടിയിട്ട് പോകും. അങ്ങനെ ബസ്സിനെ കള്ളത്തരം പറഞ്ഞ് നമ്മുടെ വുഡി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ടേബിളിന്റെ അടിയിൽ ഒരു ടോയ് വീണ് പോയിട്ടുണ്ടെന്ന്. അവിടെ നോക്കുന്നേരം ബസ്സിന് അവിടേക്ക് വീഴ്ത്താൻ എന്ന വ്യാജേന നമ്മുടെ വുഡി ശ്രമിക്കുന്നുണ്ടെങ്കിലും അബദ്ധത്തില് ബസ് വീണു പോകുന്നത് ഈ വീട്ടിൽ നിന്ന് താഴേക്കാണ്, ജനൽ വഴി. ഇത് കണ്ട ബാക്കി ടോയ്സ് ഒക്കെ തന്നെ വുഡിയെ കുറ്റം പറയാൻ തുടങ്ങി. നീ എന്താണ് അവനോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് അവനിങ്ങനെ തള്ളിയിടണ്ടായിരുന്നു, നീ ഇപ്പൊ ഇത് ചെയ്തെങ്കിൽ പിന്നീട് ഞങ്ങളെ ഇതുപോലെ ഒഴിവാക്കില്ലെന്ന് ആര് കണ്ടു എന്നെല്ലാം പറഞ്ഞ് അവര് വുഡിയെ ഇടിക്കാനായി തുടങ്ങി. അപ്പോഴേക്ക് നമ്മുടെ ആന്റി അവിടേക്ക് കയറി വരികയാണ്. അങ്ങനെ ഇവരെല്ലാവരും ജീവനില്ലാത്ത പോലെ കിടന്നു. ബസ്സിനെ കാണാത്തത് കൊണ്ട് നമ്മുടെ ആന്റി വുഡിയെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ വുഡിയെ കൊണ്ട് ഇവര് പോകുന്നു. പക്ഷെ ബസ് ഇത് കണ്ട് ആ കാറിന്റെ പിറകിലും കയറി പോകുന്നതായിട്ട് കാണാം. ബസ് താഴെ കിടക്കുന്നുണ്ടെന്ന് കരുതി ബാക്കി ടോയ്സ് അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. ഇവര് നേരെ പെട്രോൾ പമ്പിലാണ് പോകുന്നത്. ആ സമയത്താണ് നമ്മുടെ വുഡിക്ക് വിഷമമുണ്ട് ബസ് താഴെ വീണതില്. അപ്പോഴാണ് ബസ് അവിടെ വരുന്നത്. ഓ, നീ രക്ഷപ്പെട്ടല്ലോ, ഞാനൊക്കെ പേടിച്ചിരിക്കായിരുന്നു എന്നെല്ലാം മുട്ടി പറയുമ്പോൾ, നീ എന്നെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കിയതല്ലേ, ഞാൻ നിന്നെ ഇടിച്ച് പഞ്ചറാക്കുമെന്നും പറഞ്ഞ് യുവമാരെ അടിയായി. അങ്ങനെ ആ വണ്ടിയിൽ നിന്ന് ഇവര് പുറത്ത് വീണു. അപ്പോഴാണ് ഈ ഫ്യൂവലൊക്കെ നിറച്ച് വണ്ടി എടുത്തോണ്ട് ആന്റിയും ഫാമിലിയും പോകുന്നത്. ഇവരാകെ ഒറ്റപ്പെട്ടില്ല. അയ്യോ, ഞാൻ ലോസ്റ്റ് ടോയ് ആയി എന്നെല്ലാം പറഞ്ഞ് വുഡി കിടന്ന് കരച്ചിലായി. അപ്പോഴും ദേ എന്റെ ഗ്യാങ് ഇപ്പൊ വരും, ഞാൻ അവരോട് വിവരം അറിയിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ബസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വുഡിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആടാ പൊട്ടാ, നീ ഒരു ടോയ് ആണ്, അല്ലാതെ നിനക്ക് ജീവനൊന്നും ഇല്ല എന്ന് വുഡി പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബസ് അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. നിനക്കറിയോ ഞാൻ ഈ ലോകത്തെ രക്ഷിക്കുന്നവരാണെന്നെല്ലാം പറഞ്ഞ് അവനും കിടന്ന് പറയാൻ തുടങ്ങി. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് വുഡി അപ്പുറത്തിട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു പിസ്സ പ്ലാന്റ് എന്ന് പറഞ്ഞ കടയിലോട്ട് പോകുന്ന വണ്ടി ഇവർ കാണുന്നത്. ഈ കടയിലേക്കാണ് നമ്മുടെ ആന്റി ഫാമിലിയും പോയിട്ടുള്ളത്. സോ ഇതിനകത്തേക്ക് കയറാൻ ബസ്സിനെ കൺവിൻസ് ചെയ്യാൻ ഇതിലൂടെയാണ് നമ്മൾ സ്പേസ്ഷിപ്പിലേക്ക് പോകേണ്ടതെന്ന് വുഡി പറയും. അങ്ങനെ അത് കേട്ട് നമ്മുടെ ബസ്സും കയറിയിരിക്കും, വുഡിയും അതിനകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഡ്രൈവർ പിന്നെ പൊള്ളി ആയതുകൊണ്ട് ഒരു ഒറ്റ പറപ്പിക്കില്ല, അവര് പിസ്സ പ്ലാനറ്റില് എത്തുകയും ചെയ്തു. ഈ ഒരു ഹോട്ടലിന്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്പേസ് സ്റ്റേഷൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മണ്ടനായ ബസ് അത് വിശ്വസിച്ചു. അങ്ങനെ ഇവര് ആ ഒരു കടയുടെ അകത്ത് കയറി കൂടാണ്. ഇതിനകത്ത് ഒരുപാട് കിഡ്സിന് പറ്റിയിട്ടുള്ള സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വുഡി അവിടെ ആന്റിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബസ്സാണെങ്കിൽ സ്പേസ്ഷിപ്പ് നോക്കിയാണ് നടക്കുന്നത്. അങ്ങനെ ആന്റിയെ കണ്ടപ്പോ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് ബസ്സിനെ നമ്മുടെ വുഡി. അതിന്റെ ഇടയ്ക്ക് ഇവൻ അവിടെ ഒരു റൈഡ് കാണും. അത് സ്പേസ്ഷിപ്പിന്റെ മോഡലിൽ ഇരിക്കുന്നത് കൊണ്ട് ബസ് അതിനകത്തോട്ട് പോയി കയറും. ഇവനെയും കൂട്ടിയിട്ടല്ലാതെ നമ്മുടെ വുഡിക്ക് പോകാൻ പറ്റില്ലല്ലോ, വുഡിയും കൂടെ കയറും. അത് ശരിക്കും ടോയ്സിന്റെ ഒരു സ്റ്റേഷൻ ആയിരുന്നു. അതായത് പിക്കപ്പ് ചെയ്യുന്ന ടോയ്സ്, നമ്മുടെ കാർഡിട്ട് പിക്ക് ചെയ്യുന്ന ടോയ്സിനെ നമുക്ക് കിട്ടും. അവിടെ ആണെങ്കിലോ നമ്മുടെ തെമ്മാടി ചെക്കനായിട്ടുള്ള സിഡ് വന്നു. അവൻ നേരെ വന്ന് ഇതിനകത്ത് ഒരു ടോയ് എടുക്കും. ഈ ടോയ്സിന്റെ വിചാരം ഈ പിക്ക് ചെയ്യുന്ന ആൾക്കാരെ ദൈവം സെലക്ട് ചെയ്യുന്നതാണ്. അപ്പോഴാണ് സിഡ് അതിനകത്ത് കിടക്കുന്ന നമ്മുടെ ബസ്സിനെ കാണുന്നത്. ബസ്സിനെ അവൻ എടുത്തോണ്ട് പോകുന്നത് കണ്ട് വുഡി പിടിയും വലിയും കൂടും. അവസാനം ബസ്സിനെയും വുഡിയെയും നമ്മുടെ സിഡിന്റെ കയ്യിൽ കിട്ടും. ഉടനെ തന്നെ ബാഗിലാക്കി അവരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഇവർക്കാണെങ്കിൽ പുറത്ത് രക്ഷപ്പെടാൻ ഒരു വഴിയും കിട്ടിയില്ല. ആ സിഡിനെ പോലെ തന്നെ അവനൊരു പട്ടിക്കുട്ടിയുണ്ട്, സ്കഡ്, സെയിം സ്വഭാവം. പിന്നെ അവന്റെ അനിയത്തി ഒരു പാവാണ് കേട്ടോ. അനിയത്തിയുടെ ടോയ് വാങ്ങിച്ചിട്ടാണ് സിഡ് സ്വന്തം റൂമിൽ പോകുന്നത്. ഇവന്റെ പ്രധാന വിനോദം എന്ന് പറഞ്ഞാൽ ടോയ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെയും ഉപദ്രവിക്കണം. ഇപ്പൊ അനിയത്തിയുടെ സുന്ദരിയായിട്ടുള്ള ടോയിനെ കാക്കയുടെ മുഖം വെച്ചിട്ടാണ് അവൻ തിരിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവൻ പുറത്തോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ കുട്ടി പുറത്തേക്ക് ചാടും. അപ്പോഴാണ് ഒരു നിഴല് കാണുന്നത്. നോക്കുമ്പോ അത് നമ്മുടെ സിഡിന്റെ ബാക്കിയുള്ള ടോയ്സ് ആയിരുന്നു. അവനാകെ പേടിച്ചുപോയി. കാരണം സിഡിനെ പോലെ തന്നെ, സിഡിന്റെ സ്വഭാവം പോലെ തന്നെ ടോയ്സ് ഒന്നും ശരിക്കുള്ള ടോയ്സ് പോലെ അല്ലായിരുന്നു, പലവിധ കാര്യങ്ങളായിരുന്നു. അവൻ പേടിച്ച ബസ്സിനെയും കൂട്ടി തിരിച്ച് ആ ബാഗിൽ തന്നെ കയറി ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ലെന്നും പറഞ്ഞിട്ട്. ഇതേ സമയം ഫ്രണ്ട്സ് ആവട്ടെ ബസ്സിനെ
തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ആന്റിയും കുടുംബവും പുറത്തുനിന്ന് വരുന്നത്. വുഡിയെ നഷ്ടപ്പെട്ടു എന്ന വിവരം അന്നേരം ഇവർക്ക് മനസ്സിലായി. വുഡിയുടെ കാര്യം ആലോചിച്ചിട്ട് ഇവർക്ക് സങ്കടം വരുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയി. സിഡ് ആണെങ്കിൽ ലെൻസ് വെച്ച് നമ്മുടെ വുഡിയുടെ ദേഹത്ത് ഇപ്പോ തീ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവനാകെ മൊത്തം കരിഞ്ഞു. എന്നാലും ഒരുവിധം രക്ഷപ്പെട്ടു. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകണമല്ലോ. അപ്പോഴാണ് ഡോറ് തുറന്നു കിടക്കുന്നേ കാണുന്നത്. അപ്പോഴേക്ക് ആ സിഡിന്റെ ബാക്കി ടോയ്സ് അവിടെ വരും. അവരുടെ അടുത്ത് നിന്ന് നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷെ പുറത്ത് പട്ടി കിടന്നുറങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെ ഇവര് വേറെ ഒരു റൂമിൽ കയറി ഒളിച്ചിരിക്കാൻ തുടങ്ങും. കാരണം ഇടയ്ക്ക് വെച്ച് വുഡിയുടെ പിറകിലുള്ള ആ ട്യൂബ് വലിച്ചു കഴിഞ്ഞ സൗണ്ട് വരും. അങ്ങനെ അറിയാതെ സൗണ്ട് വന്നു. ഈ പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇവര് റൂമിൽ കയറി ഇരിക്കും. അങ്ങനെ നമ്മുടെ ബസ് കയറിയിരുന്ന റൂമില് TV ഓൺ ആയിരുന്നു. അപ്പോഴാണ് ബസ്സിന്റെ ടോയ് ഇറങ്ങിയിട്ടുള്ള ആ ഒരു പരസ്യം കാണിക്കുന്നത്. ഇത് കണ്ടപ്പോ ഇത്രയും ദിവസം വുഡി പറഞ്ഞത് ശരിയായിരുന്നു, പറക്കാൻ പോലുള്ള കഴിവ് ഇവനില്ല, ഇവനൊരു ടോയ് ആണെന്ന് നമ്മുടെ ബസ്സിന് മനസ്സിലാവും. അവൻ ആകെ ഡിപ്രഷനിലാവും. അപ്പൊ എനിക്ക് പറക്കാൻ പറ്റില്ലേ, ചിലപ്പോ അത് നുണയാണെങ്കിലോ, വിൻഡോ അല്ല കിടക്കുന്നേ, ഒന്ന് പറന്നു നോക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ബസ് അണ്ണൻ നേരെ പറക്കാനായിട്ട് ശ്രമിക്കും. ചിറകെല്ലാം വിരിച്ച ഒരു ചാട്ടമുണ്ട്. പക്ഷെ ചാടി മൂക്കും കുത്തി നിലത്തങ്ങ് വീഴും. അവന്റെ കൈ അങ്ങ് ഒടിഞ്ഞു കിട്ടും. അപ്പോഴാണ് സിഡിന്റെ അനിയത്തി അതുവഴി വരുന്നത്. അവളാണെങ്കിൽ അയ്യോ പാവൻ ടോയുടെ കൈ ഒടിഞ്ഞെന്നും പറഞ്ഞ് നമ്മുടെ ബസ്സിനെ എടുത്ത് നേരെ റൂമിലേക്ക് പോകും. കുറച്ചു കഴിഞ്ഞ് വുഡി റൂമിൽ നിന്ന് പുറത്തിറങ്ങി നോക്കുമ്പോ ബസ്സിനെ കാണില്ല. അപ്പുറത്തെ നമ്മുടെ ബസ്സിനെ പൂക്കിയാക്കി വെച്ചിരിക്കുകയാണ് ആ പെങ്കൊച്ച്. അങ്ങനെ അവളുടെ ശ്രദ്ധ അവിടെ നിന്ന് മാറ്റി, നീ ഇങ്ങോട്ട് വന്നേ, നീ എന്താ ഇവിടെ ഡസ്പായിട്ടിരിക്കണേ, എടാ നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ, നീ ഒന്നുമില്ലെങ്കിൽ തടിയും എടുക്കുള്ള ഒരുത്തനല്ലേ, ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബസ്സിനെയും കൂട്ടിക്കൊണ്ട് വുഡി ഒരുവിധം അവിടെ നിന്ന് പുറത്തേക്ക് വരും. പക്ഷെ അയ്യോ ഞാൻ ടോയ് ആണേ എന്നും പറഞ്ഞ് ബസ് ഭയങ്കര കരച്ചിലാണ്. ഇവനെയും കൊണ്ട് തോറ്റ് എങ്ങനെയാലും പുറത്തു കിടക്കണം എന്നായി വരും. അപ്പൊ ഒരു ജനല് തുറന്നു കിടക്കുന്നേ കാണും. ആ ജനൽ വഴി വന്ന് അപ്പുറത്തെ ജനലിലുള്ള ഫ്രണ്ട്സിനെ ഇവര് വിളിക്കാണ്. ഞാനിവിടെ ഉണ്ട്, നിങ്ങളുടെ ബസ് ഇവിടെയുണ്ട് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്നും പറഞ്ഞ് ഒരു കയർ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കും. എന്നാൽ വുഡിയെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പാടില്ലെന്നാണ് പൊട്ടാറ്റോ ഹെഡ് അമ്മാവൻ പറയുന്നത്. എടാ നീയൊന്നിങ്ങ് വന്നേ, എടാ അവര് നമ്മളെ രക്ഷപ്പെടുത്തണമെങ്കിൽ നീ കൂടെ വേണോടാ. അപ്പൊ അവൻ ഒടിഞ്ഞ കൈ എടുത്തു കൊടുക്കും. ആ കൈ വെച്ച് ആക്ഷൻ കാണിക്കുന്നതിന്റെ ഇടയ്ക്ക് അപ്പുറത്തുള്ള ടോയ്സിന് മനസ്സിലായി അത് ബസ്സിന്റെ കൈ മാത്രമേ ഉള്ളെന്ന്. എടാ നീ അവനെയും തീർത്തു കളഞ്ഞോ, കൊള്ളാലോ, നീ രക്ഷപ്പെടണ്ട എന്ന് പറഞ്ഞ് അവർ ഇവനെ ഉപേക്ഷിച്ചു പോവാണ്. എന്റെ പൊന്നെ, ഇനിയിപ്പൊ എന്ത് ചെയ്യടാ പൊട്ടാ, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോഴേക്ക് നമ്മുടെ ബസ്സിനെ ആ സിഡിന്റെ ടോയ്സ് വന്ന് എന്തോ ചെയ്യുന്നത് കാണും. ശരിക്ക് അവരവന്റെ കൈ ശരിയാക്കി കൊടുക്കായിരിക്കും. ഇവര് വിചാരിച്ച പോലെ ഉപദ്രവകാരികളൊന്നും ആയിരുന്നില്ല. അപ്പോഴേക്ക് സിഡ് അവിടേക്ക് എന്തോ ഒരു ഡെലിവറി പാക്കേജും കൊണ്ടുവരും. നോക്കുമ്പോ അതൊരു റോക്കറ്റ് ആയിരുന്നു. ഇവൻ ഇനി നമ്മുടെ വുഡിയെ ഇവിടെ നിന്ന് പറപ്പിക്കാനുള്ള പരിപാടിയാ. പക്ഷെ വുഡി ഒളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ ബസ്സിന്റെ മേല് അവൻ നേരെ ആ റോക്കറ്റ് കൊളുത്തി വെക്കാണ്. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ഇടിയും മഴയും വന്നു. ഓ നാശം, ഇനി നാളെ ഇവനെ റോക്കറ്റായി പറപ്പിക്കണമെന്നും പറഞ്ഞ അലാറം വെച്ച് സിഡ് പോയി കിടന്നുറങ്ങി. അന്ന് രാത്രിയില് ആന്റിക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. അവന്റെ 2 ഫേവറേറ്റ് ടോയ്സിനെ കാണുന്നില്ല. ആ വിഷമം കണ്ടത് ആ പെൺകുട്ടിയായിരുന്നു കേട്ടോ. അവൾക്ക് മനസ്സിലായി വുഡി ഇവന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യം. എന്നാ ഇതേ സമയത്ത് സിഡിന്റെ വീട്ടില് ഇവിടെ കിടന്ന് നമ്മുടെ വുഡി പറയുന്നതിന്റെ ആവത് ശ്രമിക്കുന്നുണ്ട് ബസ്സിനെ ഒന്ന് റെഡിയാക്കാൻ. അവനാണെങ്കിൽ ഡിപ്രഷൻ അടിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. എടാ പൊട്ടാ, നീ ഒരു ടോയ് ആയതുകൊണ്ട് നിന്റെ ഓണറായ ആന്റിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്നറിയോ, നീ എന്ത് കൂൾ ടോയ് ആണെന്നറിയോ, നിനക്ക് സംസാരിക്കാൻ പറ്റും, നിനക്ക് ലൈറ്റ് ബീം ഉണ്ട്, പറക്കാൻ പറ്റും, അങ്ങനെ എന്തൊക്കെ പറ്റും. നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ വെറും പേപ്പർ കഷ്ണം പോലാടാ, എന്നെയൊക്കെ എന്തിനു കൊള്ളാം നിന്നെ വെച്ച് നോക്കുമ്പോൾ. ഇത്രയൊക്കെ കേട്ടപ്പോ ശരിക്കും അവൻ ഗ്രേറ്റ് ആണെന്ന് നമ്മുടെ ബസ്സിന് എന്നെ തോന്നി തുടങ്ങി. പക്ഷെ സമയം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ആവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങനെ ബസ്സിന് ഊർജ്ജമൊക്കെ വന്ന് അവൻ നേരെ നമ്മുടെ വുഡിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആ ഒരു ടൈമില് ശരിക്കും രാവിലെ ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇവന്മാരുടെ അമിതോർജ്ജം കാരണം അവിടെയുള്ള സകലമാന പെട്ടിയും തകർന്ന് താഴേക്കും വീണു. അതുകൂടാതെ ആന്റിയുടെ വീട്ടിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയും വന്ന് നിന്നു. സിഡിന്റെ അലാറവും അടിച്ചു. പിന്നെ പറയണോ, അവൻ നേരെ എണീറ്റ് വന്ന് ടൈം ആയേ എന്നും പറഞ്ഞ് ബസ്സിനെ എടുത്ത് തൂക്കിയെടുത്ത് പുറത്തോട്ട് പോയി. വുഡി പുറത്തു പോകാൻ നോക്കുമ്പോ ആ പന്ന പട്ടിയും വന്നു. അന്നേരം ഇവൻ സിഡിന്റെ ബാക്കി ടോയ്സിനെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണ്ടേ എന്ന് ചോദിച്ച് ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് ഇവന്റെ ഭാഷ മനസ്സിലാവും, പക്ഷെ അവയ്ക്ക് സംസാരിക്കാനായിട്ട് കഴിയില്ലായിരുന്നു. എന്തായാലും വുഡി പറയുന്നത് അവർ നല്ലപോലെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ ആന്റി ടോയ്സ് ഇല്ലാതാകെ വിഷമിച്ചാ പോകുന്നത്. പുറത്ത് നമ്മുടെ ബസ്സിനെ റോക്കറ്റിൽ അയക്കാനുള്ള പ്ലാനിലാണ് സിഡ്. അങ്ങനെ വുഡി ഇവരെ ഗ്രൂപ്പാക്കി മാറ്റും. 2 പേര് പൈപ്പ് വഴി പുറത്തോട്ടാണ് പോകുന്നത്. വേറെ 2 പേര് അവിടെ നിൽക്കുന്നുണ്ട്. കുറച്ചു പേരെല്ലാവരും ഈ ഡോർ തുറക്കാനും നിൽക്കുന്നു. പുറത്തേക്ക് പോയവര് നേരെ
വീടിന്റെ ബെല്ലടിക്കാണ്. ആ സമയത്ത് ആ പട്ടി അങ്ങോട്ട് വരുന്നുണ്ട്, സിഡിന്റെ അനിയത്തിയും വരുന്നുണ്ട്. വാതില് തുറന്ന് രണ്ടുപേരും പുറത്തോട്ട് പോയി. ആ ഗ്യാപ്പിന് ബാക്കി എല്ലാവരും വേറൊരു സ്ഥലത്തും പോയി. ആ പട്ടി അന്നേരം പുറത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എല്ലാവരും പുറത്തുള്ള മുറ്റത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ നമ്മുടെ സിഡ് ബസ്സിനെ റോക്കറ്റ് വിടാൻ പോകുന്ന ആ ഒരു ടൈമില് ഈ സിഡിനാണെങ്കിൽ ടോയ്സിന് ജീവനുള്ള കാര്യം അറിയില്ലല്ലോ. അവൻ ഈ റോക്കറ്റ് വിടാൻ പോകുന്ന ആ സമയത്ത് ഇവര് സംസാരിച്ചു തുടങ്ങി. എടാ മത്തങ്ങ തലയാ, നീ ടോയ്സ് ആണെന്ന് വെച്ച് ഞങ്ങളെ വെച്ച് ഒരുപാട് കളിക്കല്ലേ. നീ എത്ര പേരെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടടാ, മര്യാദയ്ക്ക് നന്നായിക്കോ, ഇല്ലെങ്കിൽ ടോയ്സ് ആണെന്ന് നീ അറിയും എന്നെല്ലാം പറഞ്ഞ് അവരെല്ലാവരും ഇവനെ പേടിപ്പിച്ചു. അവൻ അയ്യോ എന്നെ ടോയ്സ് ഉപദ്രവിക്കുന്നേ, ടോയ്സിന്റെ പ്രേതം വന്നേ എന്നെല്ലാം പറഞ്ഞ് ഇവരെ എല്ലാവരെയും അവിടെ ഇട്ട് നേരെ വീട്ടിലേക്ക് ഓടി പോവാണ്. അങ്ങനെ ഇനി നമ്മുടെ സിഡ് ടോയ്സിനെ ഉപദ്രവിക്കില്ലെന്ന് എല്ലാവർക്കും ഉറപ്പായി. പക്ഷെ ആന്റിയുടെ വീട്ടുകാർ പോകുന്ന ടൈം ഇവർ ഓടി അവിടെ എത്താൻ ശ്രമിക്കുമ്പോഴേക്കും മതിലില് നമ്മുടെ ബസ് ഉടക്കും. അങ്ങനെ വുഡി അവനെ രക്ഷപ്പെടുത്താൻ വരും. എന്തായാലും ഇവരുടെ കൊറിയർ വണ്ടി പോയിട്ടുണ്ടായിരുന്നില്ല, ഇവർ അതിന്റെ പിന്നാലെ വിടും. അപ്പോഴേക്ക് ആ പട്ടി ഇവരെ കാണും, ആ പട്ടി അവരുടെ പിന്നാലെ വിടും. അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് ഇപ്പൊ വുഡിയുടെ കാൽ ആ പട്ടിയുടെ വായി കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ബസ് പട്ടിയുടെ വായിലാവും. അതിന്റെ ഇടയ്ക്ക് അവിടെ ട്രാഫിക് ബ്ലോക്ക് വരും. അന്നേരത്ത് നമ്മുടെ RC കാർ ഉണ്ടായിരുന്നു. ആ കാർ എടുത്തിട്ട് നേരെ നമ്മുടെ വുഡി ബസ്സിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. ബാക്കി ടോയ്സ് വിചാരിക്കുന്നത് ഇവൻ ബസ്സിനെ ഉപദ്രവിക്കുകയാണെന്ന്. അങ്ങനെ ഈ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാതെ അവര് വുഡിയെ എടുത്ത് ഇടിക്കും. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വുഡി നേരെ താഴെ വീഴും. എന്തായാലും ആ പട്ടിയിൽ നിന്ന് ഇവരൊരു കണക്കിന് രക്ഷപ്പെട്ടു. പക്ഷെ ഇപ്പൊ വുഡിയും ബസ്സും കൂടിയിട്ട് RC കാറിന്റെ മുകളിലാണ്. അങ്ങനെ ആ കാറുമായിട്ട് ഇവര് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഈ ടോയ്സിന് മനസ്സിലാവുന്നത് ശരിക്കും വുഡി ബസ്സിനെ രക്ഷപ്പെടുത്തുമായിരുന്നെന്ന്. അന്നേരം വലിയൊരു ഡോഗ് ഉണ്ട്, ഒരു സ്പ്രിംഗ് ഡോഗ്. ആ ഡോഗിനെ വെച്ച് ഇവര് നമ്മുടെ പിള്ളേരെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അപ്പോഴേക്ക് കാറിന്റെ ബാറ്ററി പവർ കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കാറിന് തീരെ സ്പീഡ് ഉണ്ടാവില്ല. അങ്ങനെ ആ ടോയ്സിനെ ഇവരെ രക്ഷപ്പെടുത്താനും പറ്റില്ല, കാറ് നിൽക്കുകയും ചെയ്യും. ഇനി എന്ത് ചെയ്യും? അപ്പോഴാണ് തന്റെ പുറത്തിരിക്കുന്നത് റോക്കറ്റല്ലേ, അത് വെക്കാന്ന് വിചാരിക്കാം. പക്ഷെ തീ വേണ്ടേ? അന്നേരം അവിടെയുള്ള ആ സൂര്യപ്രകാശത്തിൽ നിന്ന് തീ ഉണ്ടാക്കുന്ന വിദ്യ നേരത്തെ സിഡ് കാണിച്ചില്ല, അത് വെച്ച് നമ്മുടെ വുഡി ഇത് കത്തിക്കും. അങ്ങനെ റോക്കറ്റ് സ്പീഡിൽ ഇവർ വീണ്ടും മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നേരെ RC കാറിനെ ഇവർ ടോയിലേക്ക് വിടും. എന്നിട്ട് നമ്മുടെ ബസ് വുഡിയെ എടുത്ത് ഇപ്പൊ ആകാശത്തോട്ട് പോകും. ആ റോക്കറ്റ് റിലീസ് ചെയ്യും, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ചാലോ. എന്നിട്ട് നേരെ താഴെ വന്ന് വീഴും. പക്ഷേ ടോയ്സിന്റെ വണ്ടിയിലല്ല നമുക്ക് പോയി വീഴേണ്ടത്, ആന്റിയുടെ അടുത്താണെന്ന് ബസ് പറയും. അങ്ങനെ ഇവരെ കാണാതെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ആന്റിക്ക് ഒരുപാട് സന്തോഷമാവും. പുതിയ വീട്ടില് ഇവരെല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ ടോയ്സും ഇന്നൊരു ക്രിസ്മസ് ആണ്, ക്രിസ്മസിന് പെയേഴ്സിനെ കിട്ടുമോ എന്ന് ഇങ്ങനെ ആദ്യം പിടിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ടോയ്സ്. അന്നിടയ്ക്ക് വെച്ച് നമ്മുടെ വുഡിയും ആ പെങ്കുച്ചും കൂടി സെറ്റ് ആയിട്ടോ. നമ്മുടെ പൊട്ടറ്റോ ഹെഡിന് ഒരു മിസ്സിസിനെയും കിട്ടി. പക്ഷെ പുതിയതായിട്ട് ആന്റിക്ക് ഒരു പട്ടിക്കുട്ടി വന്നു. ആ പട്ടി നമുക്കൊരു തലവേദനയാവുമോ എന്ന വിഷമത്തിലാണ് ഇവര്. സോ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതൊരു പഴയ മൂവിയാണ് കേട്ടോ. 1995 ടോയ് സ്റ്റോറി 1 ആണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് ഇപ്പൊ റിലീസ് ആയത് 4 പാർട്ടാണ്, 4 പാർട്ട് റിലീസ് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു സമയത്ത് ഇതിന്റെ 5th പാർട്ട് റിലീസാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടോയ് സ്റ്റോറിയുടെ ആ ഒരു ഫ്രാഞ്ചൈസി ചെയ്താലോ നമ്മൾ വിചാരിക്കുന്നുണ്ട്. സോ ഈ ഒരു സിനിമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ്സ് ആയിട്ട് പറയാം. സോ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങള്, നിങ്ങളുടെ നിർദ്ദേശങ്ങള്, നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആനിമേഷൻ മൂവീസ് എല്ലാം കമന്റ്സ് ആയിട്ട് പറയൂ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാം. ബൈ.